Good morning students. Today we are going to learn about biomolecules. അതിൽ ആദ്യത്തേതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ മോണോസാക്രൈഡ്സ്, ഒലിഗോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ്, റെഡ്യൂസിങ് ഷുഗേഴ്സ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. Monosaccharides cannot be hydrolyzed further to give simpler units of polyhydroxyaldehydes or ketones. മോണോസാക്രൈഡ്സിനെ ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് പോളിഹൈഡ്രോക്സി ആൾഡിഹൈഡ്സോ കീറ്റോൺസോ ഈൽഡ് ചെയ്യുന്നില്ല. എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ് എക്സെട്ര. നെക്സ്റ്റ് വൺ ഈസ് ഒലിഗോസാക്രൈഡ്സ്. ഒലിഗോസാക്രൈഡ്സ് ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്ത് 2,2,10 മോണോസാക്രൈഡ് ഈൽഡ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് സൂക്രോസ്, മാൾട്ടോസ് എക്സെട്ര. ആൻഡ് പോളിസാക്രൈഡ്സ്. പോളിസാക്രൈഡ്സും ഹൈഡ്രോളൈസിസ് അണ്ടർഗോ ചെയ്ത് ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ്സിനെ ഈൽഡ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ എക്സെട്ര. ഇനി റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. റെഡ്യൂസിങ് ഷുഗേഴ്സ് ഫെലിംഗ് സൊല്യൂഷനെ ടോളറൻസ് റിയേജൻറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ മോണോസാക്രൈഡ്സും റെഡ്യൂസിങ് ഷുഗേഴ്സാണ്. അവയ്ക്ക് ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അടുത്തത് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. എന്നാൽ നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് ഫെലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റിയേജൻറ്റിനെയും റെഡ്യൂസ് ചെയ്യുന്നില്ല. അവയ്ക്ക് ബോണ്ടഡ് ആയിട്ടുള്ള ആൾഡിഹൈഡും കീറ്റോണിക് ഗ്രൂപ്പ്സും പ്രസൻ്റ് ആണ്. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെ പ്രിപ്പയർ ചെയ്യുന്ന 2 മെത്തേഡ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ബൈ ബോയിലിംഗ് സൂക്രോസ് വിത്ത് ഡൈലൂട്ട് HCl ഓർ H2SO4 ഇൻ ആൽക്കഹോളിക് സൊല്യൂഷൻ. അതായത് ആൽക്കഹോളിക് ഡൈലൂട്ട് HCl അല്ലെങ്കിൽ H2SO4 വെച്ച് സൂക്രോസിനെ ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും. രണ്ടാമത്തെ മെത്തേഡാണ് ബൈ ബോയിലിംഗ് സ്റ്റാർച്ച് വിത്ത് ഡൈലൂട്ട് H2SO4 അറ്റ് 393 Kelvin അണ്ടർ പ്രഷർ. ഇനി ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്താണെന്ന് നോക്കാം. ലിങ്കേജ് ബിറ്റ്വീൻ 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ത്രൂ ഓക്സിജൻ ആറ്റം. ഓക്സിജൻ ആറ്റം വഴി 2 മോണോസാക്രൈഡ് യൂണിറ്റ്സിനെ ലിങ്ക് ചെയ്യുന്നതാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ്, അതിൻ്റെ ഇക്വേഷനാണ് C12H22O11 പ്ലസ് H2O ഗീവ്സ് C6H12O6 പ്ലസ് C6H12O6. Product formed on the hydrolysis of sucrose is called invert sugar as a sign of rotation changes from dextro to levo. അടുത്തത് പോളിസാക്രൈഡ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പോളിസാക്രൈഡ്സ് മെയിൻലി ആക്ട് ആസ് ഫുഡ് സ്റ്റോറേജ് ഓർ സ്ട്രക്ചറൽ മെറ്റീരിയൽ. അതിലൊന്നാമത് നമ്മൾ പറഞ്ഞു സ്റ്റാർച്ച്. സ്റ്റാർച്ചിൻ്റെ മെയിൻ സ്റ്റോറേജ് എന്ന് പറയുന്നത് പ്ലാന്റ്സിലെ പോളിസാക്രൈഡാണ്. പോളിമർ ഓഫ് ആൽഫ ഗ്ലൂക്കോസ് കൺസിസ്റ്റ് ഓഫ് 2 കമ്പോണൻസ് ദാറ്റ് ആർ അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. അടുത്തത് സെല്ലുലോസ്. സെല്ലുലോസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിലെ സെൽ വോളിലെ പ്രീഡോമിനൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. ഗ്ലൈക്കോജൻ്റെ മെയിൻ സ്റ്റോറേജ് ആനിമൽ ബോഡിയിലെ പോളിസാക്രൈഡ് ആയിട്ടാണ്. ദേ ആർ ഓൾസോ നോൺ ആസ് ആനിമൽ സ്റ്റാർച്ച് ബിക്കോസ് ഇറ്റ് സ്ട്രക്ചർ ഈസ് സിമിലർ ടു അമൈലോപെക്റ്റിൻ. അമൈലോപെക്റ്റിൻ്റെ സെയിം സ്ട്രക്ചർ ആയതുകൊണ്ട് ഗ്ലൈക്കോജനെ ആനിമൽ സ്റ്റാർച്ച് എന്ന് കൂടി പറയുന്നു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് പ്രോട്ടീൻ. പ്രോട്ടീൻസ് ആർ പോളിമേഴ്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ്സ് ജോയിൻ ത്രൂ പെപ്റ്റൈഡ് ലിങ്കേജ്. പെപ്റ്റൈഡ് ലിങ്കേജ് വഴി ജോയിൻ ചെയ്തിരിക്കുന്ന ആൽഫ അമിനോ ആസിഡ്സിൻ്റെ പോളിമേഴ്സാണ് പ്രോട്ടീൻ. നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ദാറ്റ് ഈസ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. എന്താ നമുക്ക് നോക്കാം. വെൻ എ പ്രോട്ടീൻ ഇൻ ഇറ്റ്സ് നേറ്റീവ് ഫോം ഈസ് സബ്ജക്റ്റഡ് ടു ഫിസിക്കൽ ചേഞ്ച് ലൈക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓർ കെമിക്കൽ ചേഞ്ച് ലൈക്ക് ചേഞ്ച് ഇൻ pH, the hydrogen bonds are disturbed. Due to this, protein loses its biological activity. This is called denaturation of protein. അതായത് ഒരു പ്രോട്ടീൻ അതിൻ്റെ നേറ്റീവ് ഫോമിലായിരിക്കുമ്പോൾ അത് ഫിസിക്കൽ ചേഞ്ചോ കെമിക്കൽ ചേഞ്ചോ അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ അതിലെ ഹൈഡ്രജൻ ബോണ്ട്സ് ഒക്കെ ഡിസ്റ്റർബ്ഡ് ആക്കും. അങ്ങനെ പ്രോട്ടീന് അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഇതിനെയാണ് നമ്മൾ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ഡീനാച്ചുറേഷൻ സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സ്ട്രക്ചേഴ്സ് ആർ destroyed but primary structure remains same. Example, coagulation of egg white on boiling, curdling of milk, etc. ഇനി ന്യൂക്ലിക് ആസിഡ് എന്താണെന്ന് നോക്കാം. 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ഡയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA ആൻഡ് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് RNA. Chemical composition of nucleic acid. Nucleic acid contains a pentose sugar, phosphoric acid and a base.
ന്യൂക്ലിക് ആസിഡിന് ഒരു പെൻറ്റോ ഷുഗർ ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, ഒരു ബേസ് ഉണ്ട്. ഇൻ DNA, sugar is beta D2-deoxyribose and in RNA, sugar is beta D ribose. ഇനി DNA-യിലെയും RNA-യിലെയും ബേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ DNA-യുടെ ബേസസ് ആണ് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. RNA-യുടെ ബേസസ് ആണ് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. The pentose sugar combines with the base to form nucleoside, which combines with the phosphoric acid group to form nucleotide. Nucleotides are joined together by phosphodiester linkage. ന്യൂക്ലിയോടൈഡ്സ് ഒക്കെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫോസ്ഫോഡൈസ്റ്റർ ലിങ്കേജ് വഴിയാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് ബയോമോളിക്യൂൾസ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനായ മോണോസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ്, റെഡ്യൂസിങ് ഷുഗേഴ്സ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചത് ഗ്ലൂക്കോസിൻ്റെ പ്രിപ്പറേഷൻ്റെ 2 മെത്തേഡാണ്. പിന്നെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്താണെന്ന് നോക്കി. പിന്നെ സുക്രോസിൻ്റെ ഹൈഡ്രോളിസിസ് ആൻഡ് പോളിസാക്കറൈഡ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതായത് സ്റ്റാർച്ച്, സെല്ലുലോസ് ആൻഡ് ഗ്ലൈക്കോജൻ. ആൻഡ് ദെൻ വി മൂവ് ടു പ്രോട്ടീൻ. പ്രോട്ടീൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. പിന്നെ നമ്മൾ പഠിച്ചത് ന്യൂക്ലിക് ആസിഡും ന്യൂക്ലിക് ആസിഡിൻ്റെ കെമിക്കൽ കോമ്പോസിഷനുമാണ്. ഓക്കെ, താങ്ക് യു. Now we are moving to a new topic, that is polymers. പോളിമേഴ്സിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ സോഴ്സ്, ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ആൻഡ് ഫൈനലി ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ്. സോഴ്സിൻ്റെ ബേസിസിൽ പോളിമേഴ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. നാച്ചുറൽ പോളിമേഴ്സ്, സെമി സിന്തറ്റിക് പോളിമേഴ്സ്, സിന്തറ്റിക് പോളിമേഴ്സ്. നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത് നേച്ചറിൽ തന്നെ ഫൗണ്ട് ചെയ്യുന്ന പോളിമേഴ്സാണ്. എക്സാമ്പിൾ പ്രോട്ടീൻ, സെല്ലുലോസ്, സ്റ്റാർച്ച്, നാച്ചുറൽ ഫൈബേഴ്സ്, നാച്ചുറൽ റബ്ബർ എക്സെട്ര. സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത് സെല്ലുലോസ് ഡെറിവേറ്റീവ്സ് സച്ചാസ് സെല്ലുലോസ് അസറ്റേറ്റ്, അതായത് സെല്ലുലോസ് അസറ്റേറ്റ് എന്ന് പറയുന്നത് റയോൺ ആണ്, ആൻഡ് സെല്ലുലോസ് നൈട്രേറ്റ് ആർ എക്സാമ്പിൾസ് ഓഫ് സെമി സിന്തറ്റിക് പോളിമേഴ്സ്. സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത് മാൻമെയ്ഡ് പോളിമേഴ്സ് ആണ്. എക്സാമ്പിൾ പോളിത്തീൻ, PVC, നൈലോൺ 66, ബ്യൂണ S എക്സെട്ര. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ ബേസിസിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലീനിയർ പോളിമേഴ്സ്, ബ്രാഞ്ച് ചെയിൻ പോളിമേഴ്സ്, ക്രോസ് ലിങ്ക്ഡ് ഓർ നെറ്റ്വർക്ക് പോളിമേഴ്സ്. ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുന്നത് ദേ കണ്ടെയ്ൻ ലോങ് ആൻഡ് സ്ട്രെയിറ്റ് ചെയിൻ ഓഫ് പോളിമേഴ്സ്. പോളിമേഴ്സിൻ്റെ ലോങ് ആൻഡ് സ്ട്രെയിറ്റ് ചെയിൻസ് ഉള്ള പോളിമേഴ്സാണ് ലീനിയർ പോളിമേഴ്സ്. എക്സാമ്പിൾ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ് എക്സെട്ര. ബ്രാഞ്ച് ചെയിൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് ദീസ് പോളിമേഴ്സ് കണ്ടെയ്ൻ ലീനിയർ ചെയിൻസ് ഹാവിങ് സം ബ്രാഞ്ചസ്. കുറച്ച് ബ്രാഞ്ചുകളുള്ള പോളിമേഴ്സാണ് ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്. എക്സാമ്പിൾ ലോ ഡെൻസിറ്റി പോളിത്തീൻ ഓർ LDP. ക്രോസ് ലിങ്ക്ഡ് ഓർ നെറ്റ്വർക്ക് പോളിമേഴ്സ്. ദീസ് ആർ യൂഷ്വലി ഫോംഡ് ഫ്രം ബൈഫങ്ഷണൽ ആൻഡ് ട്രൈഫങ്ഷണൽ മോണോമേഴ്സ് and contain strong covalent bonds between various linear polymer chain. ലീനിയർ പോളിമർ ചെയിൻസ് തമ്മിൽ ഒരു സ്ട്രോങ് കോവാലൻ്റ് ബോണ്ട് ക്രോസ് ലിങ്ക്ഡ് ഓർ നെറ്റ്വർക്ക് പോളിമേഴ്സിനുണ്ട്. എക്സാമ്പിൾ ബേക്കലൈറ്റ്, മെലാമിൻ എക്സെട്ര. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. അതിൽ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അഡീഷൻ പോളിമേഴ്സ് ആൻഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് പോളിമേഴ്സ് ഫോംഡ് ബൈ അഡീഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ. അഡീഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ വഴി ഫോം ചെയ്യുന്ന പോളിമേഴ്സാണ് അഡീഷൻ പോളിമേഴ്സ്. അഡീഷൻ പോളിമേഴ്സ് ആർ നൗ നോൺ ആസ് ചെയിൻ ഗ്രോത്ത് പോളിമേഴ്സ്. അഡീഷൻ പോളിമേഴ്സിൻ്റെ വേറൊരു പേരാണ് ചെയിൻ ഗ്രോത്ത് പോളിമേഴ്സ്. എക്സാമ്പിൾ പോളിത്തീൻ, പോളിപ്രൊപ്പീൻ, പോളിസ്റ്റൈറീൻ, പോളിവിനൈൽ ക്ലോറൈഡ് എക്സെട്ര. നെക്സ്റ്റ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. ദീസ് ആർ പോളിമേഴ്സ് ഫോംഡ് ബൈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ വഴി ഫോം ചെയ്യുന്ന പോളിമേഴ്സാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. വേർ elimination of small molecules such as water, alcohol, hydrogen, chloride etc. takes place. കണ്ടൻസേഷൻ പോളിമേഴ്സിൽ സ്മോൾ മോളിക്യൂൾസ് ആയിട്ടുള്ള വാട്ടർ, ആൽക്കഹോൾ, ഹൈഡ്രജൻ, ക്ലോറൈഡ് ഇതിൻ്റെയൊക്കെ എലിമിനേഷൻ നടക്കുന്നുണ്ട്. കണ്ടൻസേഷൻ പോളിമേഴ്സിൻ്റെ വേറൊരു പേരാണ് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമേഴ്സ്. എക്സാമ്പിൾ നൈലോൺ 66, നൈലോൺ 6, ടെറിലീൻ, ക്ലിപ്താൾ എക്സെട്ര. അടുത്തത് 4ാമത്തെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മോണോമേഴ്സ്. 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഹോമോപോളിമേഴ്സ് ആൻഡ് കോപോളിമേഴ്സ്. ഹോമോപോളിമേഴ്സ് ആർ പോളിമേഴ്സ് കണ്ടെയ്നിങ് ഓൺലി 1 ടൈപ്പ് ഓഫ് മോണോമർ യൂണിറ്റ്. ഒരേ ഒരു മോണോമർ യൂണിറ്റ് ഉള്ള പോളിമേഴ്സാണ് ഹോമോപോളിമേഴ്സ്.
എക്സാമ്പിൾ പോളിത്തീൻ, പോളിസ്റ്റൈറീൻ എക്സെട്ര. അടുത്തത് കോപോളിമേഴ്സ്. ദീസ് ആർ പോളിമേഴ്സ് കണ്ടെയ്നിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോമർ യൂണിറ്റ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോണോമർ യൂണിറ്റ് ഉള്ള പോളിമേഴ്സാണ് കോപോളിമേഴ്സ്. എക്സാമ്പിൾ ഗ്ലിപ്താൾ, ടെറിലീൻ, നൈലോൺ 6, നൈലോൺ 66 എക്സെട്ര. അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷനാണ്, അതായത് ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ്. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? എലാസ്റ്റോമേഴ്സ്, ഫൈബേഴ്സ്, തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്, തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. അതിൽ ഒന്നാമത്തേതാണ് എലാസ്റ്റോമേഴ്സ്. ദീസ് ആർ റബ്ബർ ലൈക്ക് സോളിഡ്സ് വിത്ത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി. ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള റബ്ബർ ലൈക്ക് സോളിഡ്സ് ആണ് എലാസ്റ്റോമേഴ്സ്. ദി പോളിമർ ചെയിൻസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ വീക്കസ്റ്റ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. എക്സാമ്പിൾ ബ്യൂണ എസ്, ബ്യൂണ എൻ, നിയോപ്രീൻ എക്സെട്ര. അടുത്തത് ഫൈബേഴ്സ് എന്താണെന്ന് നോക്കാം. ഫൈബേഴ്സ് ആർ ത്രെഡ് ഫോമിംഗ് സോളിഡ്സ് വിച്ച് പോസസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഹൈ മോഡുലസ്. ഫൈബേഴ്സിന് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്തും ഹൈ മോഡുലസും ആയിരിക്കും. ദി പോളിമർ ചെയിൻസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്. അടുത്തത് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്. ദീസ് ആർ ദി ലീനിയർ ഓർ സ്ലൈറ്റ്ലി ബ്രാഞ്ച്ഡ് ലോങ് ചെയിൻ മോളിക്യൂൾസ് റിപ്പീറ്റഡ്ലി സോഫ്റ്റനിങ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹാർഡനിങ് ഓൺ കൂളിംഗ്. ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സിൻ്റെ ഒരു ക്യാരക്ടറൈസേഷനാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്യുവാണെങ്കിൽ സോഫ്റ്റ് ആവും, കൂൾ ചെയ്യുകയാണെങ്കിൽ ഹാർഡ് ആവും. എക്സാമ്പിൾ പോളിത്തീൻ, പോളിസ്റ്റൈറീൻ എക്സെട്ര. തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. ദീസ് പോളിമേഴ്സ് ആർ ക്രോസ് ലിങ്ക്ഡ്. They undergo extensive cross-linked chemical change on heating. Example Terylene. Next, we are going to learn about adhesion polymerization അല്ലെങ്കിൽ chain growth polymerization. അതിൽ ഒന്നാമത്തേതാണ് ടെഫ്ലോൺ. It is manufactured by heating tetrafluoroethene with a free radical or parasulfate catalyst at high temperature. ടെഫ്ലോൺ മാനുഫാക്ചർ ചെയ്യുന്നത് ടെട്രാഫ്ലൂറോഎത്തീനെ ഒരു ഫ്രീ റാഡിക്കൽ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോഴാണ്. നെക്സ്റ്റ് പോളിത്തീൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പോളിത്തീൻ എന്തായിരിക്കും? ആ നെയിമിൽ തന്നെയുണ്ട്. പോളിമറൈസേഷൻ ഓഫ് എത്തീനാണ് പോളിത്തീൻ. പോളിത്തീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോ ഡെൻസിറ്റി പോളിത്തീൻ അല്ലെങ്കിൽ LDPE ആൻഡ് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ HDPE. ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറയുന്നത് അഡീഷൻ പോളിമറൈസേഷൻ ഓഫ് ഈത്തൈൻ അണ്ടർ ഹൈ പ്രഷർ ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ്. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറയുന്നത് അഡീഷൻ പോളിമറൈസേഷൻ ഓഫ് എത്തീൻ ഇൻ പ്രസൻസ് ഓഫ് ടെട്രാ ഈത്തൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്. അപ്പോൾ LDPയും HDPE എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷനെ പറ്റിയിട്ട് നോക്കാം. അതിൽ വരുന്നത് പോളിയമൈഡ്സ്. പോളിയമൈഡ്സിൽ നൈലോൺ 66ഉം നൈലോൺ 6ഉം വരുന്നുണ്ട്. നൈലോൺ 66 ഈസ് പ്രിപ്പയർഡ് ബൈ ദി കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഓഫ് ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ വിത്ത് അഡിപ്പിക് ആസിഡ് അണ്ടർ ഹൈ പ്രഷർ ആൻഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. It is used in making sheets, bristles for brushes and in textile industry. Nylon 6 is obtained by heating caprolactam with water at a high temperature. നൈലോൺ 6 ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് കാപ്രോലാക്ടത്തെ വാട്ടറിൽ വെച്ചൊരു ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നൈലോൺ 6 കിട്ടുന്നത്. അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് മാനുഫാക്ചർ ഓഫ് ടയർ കോട്ട്സ്, ഫാബ്രിക്സ് ആൻഡ് റോപ്സ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് റബ്ബർ. റബ്ബറിൽ നാച്ചുറൽ റബ്ബർ ഉണ്ട്. നാച്ചുറൽ റബ്ബർ എന്താണ്? ഇറ്റ് ഈസ് എ ലീനിയർ പോളിമർ ഓഫ് ഐസോപ്രീൻ ആൻഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് cis-1,4 പോളി ഐസോപ്രീൻ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ. ടു ഇംപ്രൂവ് ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നാച്ചുറൽ റബ്ബർ, ഇറ്റ് ഈസ് ഹീറ്റഡ് വിത്ത് സൾഫർ ആൻഡ് ആൻ അപ്രോപ്രിയേറ്റ് അഡിറ്റീവ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 373 to 415 Kelvin. ദിസ് പ്രോസസ് ഈസ് കോൾഡ് വൾക്കനൈസേഷൻ. അതായത് നാച്ചുറൽ റബ്ബറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒരു അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ, അതായത് 373 to 415 Kelvinൽ സൾഫർ വെച്ച് ഹീറ്റ് ചെയ്യുന്നതാണ് വൾക്കനൈസേഷൻ. അടുത്തത് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. പോളിമേഴ്സ് വിച്ച് അണ്ടർഗോ ഡീഗ്രഡേഷൻ ബൈ മൈക്രോ ഓർഗാനിസം. അതായത് മണ്ണിലൊക്കെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഡീഗ്രേഡ് ചെയ്യുന്ന പോളിമേഴ്സാണ് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. എക്സാമ്പിൾ നൈലോൺ 2, നൈലോൺ 6 അല്ലെങ്കിൽ PHBV. അപ്പോൾ പോളിമേഴ്സ് എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് ഷോർട്ടായിട്ട് കൺക്ലൂഡ് ചെയ്യാം. ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് പറഞ്ഞു. 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ സോഴ്സ്, ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ആൻഡ് ഫൈനലി ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ്. പിന്നെ നമ്മൾ പഠിച്ചത് അഡീഷൻ പോളിമറൈസേഷൻ അല്ലെങ്കിൽ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു.
അതുപോലെ പോളിത്തീൻ പഠിച്ചു, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഓർ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ എന്താണെന്ന് നോക്കി. പിന്നെ റബ്ബറിൽ നാച്ചുറൽ റബ്ബറും വൾക്കനൈസേഷൻ ഓഫ് റബ്ബറും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ചതാണ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. ഓക്കെ, താങ്ക് യു. ഫൈനലി വി ആർ മൂവിങ് ടു അവർ ലാസ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കെമിസ്ട്രിക്ക് ഇഷ്ടംപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാം മെഡിസിൻസിലൊക്കെ ഈ കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്നിട്ടാണ് മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് അൻറ്റാസിഡിനെ പറ്റിയാണ്. അൻറ്റാസിഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കാം. ദ കെമിക്കൽസ് യൂസ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഇൻ സ്റ്റൊമക്ക് ആർ കോൾഡ് അൻറ്റാസിഡ്. അതായത് നമുക്കിപ്പോൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അസിഡിറ്റി ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിലിടയ്ക്ക് അസിഡിറ്റി ഉണ്ടാകുന്നതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കെമിക്കൽസാണ് ആൻറ്റാസിഡ്. എക്സാമ്പിൾ NaHCO3 അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ്. ഇനി ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ് എന്താണെന്ന് നോക്കാം. ട്രാൻസ്ക്യുലൈസേഴ്സ് ആൻഡ് അനാൽജസിക്സ് ആർ ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്. എന്താണ് ഈ ട്രാൻസ്ക്യുലൈസേഴ്സ്? ട്രാൻസ്ക്യുലൈസേഴ്സ് ആർ എ ക്ലാസ് ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ് യൂസ് ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് സെവറൽ മെൻ്റൽ ഡിസീസസ് by inducing a sense of well-being. They are essential components of sleeping pills. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സ്ലീപ്പിംഗ് പിൽസ് ഉണ്ട്. ആ സ്ലീപ്പിംഗ് പിൽസിലൊക്കെ എസെൻഷ്യൽ കമ്പോണൻ്റ് ആണ് ട്രാൻസ്ക്യുലൈസേഴ്സ്. എക്സാമ്പിൾ ഡെറിവേറ്റീവ്സ് ഓഫ് ബാർബിറ്റ്യൂറിക് ആസിഡ് ലൈക്ക് വെറോനാൽ, അമൈറ്റാൾ എക്സെട്ര. ഇനി അനാൽജസിക്സ് എന്താണ്? അനാൽജസിക്സ് പെയിൻ റെഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ് ആൻഡ് നാർക്കോട്ടിക് അനാൽജസിക്സ്. എന്താണ് നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ്? They give immediate relief from pain and fever and prevent platelet coagulation. നമുക്കിപ്പോൾ ഫീവറൊക്കെ വരികയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഇമ്മീഡിയറ്റ് റിലീഫ് ഉണ്ടാവും. അങ്ങനെ അത് പ്ലേറ്റ്ലെറ്റ് കൊയാഗുലേഷനെ പ്രിവെൻറ്റ് ചെയ്യും. ദേ റിമൂവ് ദി കോസ് ഓഫ് പെയിൻ. നമുക്ക് പെയിൻ ഉണ്ടാകുന്നുള്ള കാരണത്തെ നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ് റിമൂവ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആസ്പിരിൻ, പാരസെറ്റാമോൾ. അതാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പാരസെറ്റാമോൾ ഒരു നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ് ആണ്. ഇനി നാർക്കോട്ടിക് അനാൽജസിക്സ്. They help to relieve the feeling of pain. They are sleep-inducing analgesics. Non-narcotic analgesics നമ്മൾക്ക് പെയിൻ ഉണ്ടാകുന്നുള്ള കാരണത്തെ റിമൂവ് ചെയ്യുന്നില്ല. ആൻ എക്സാമ്പിളാണ് മോർഫിൻ, ഹെറോയിൻ എക്സെട്ര. ഇനി എന്താണ് ആൻറ്റി മൈക്രോബിയൽസ്? ആൻറ്റി മൈക്രോബിയൽസിൽ വരുന്നതാണ് ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻറ്റ്. ഈ രണ്ട് വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡെറ്റോളൊക്കെ ഒരു ആൻറ്റിസെപ്റ്റിക്കിന് എക്സാമ്പിളാണ്. കെമിക്കൽസ് വിച്ച് ഐദർ കിൽ ഓർ പ്രിവെൻറ്റ് ദി ഗ്രോത്ത് ഓഫ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസം. ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കില്ല് ചെയ്യുന്ന കെമിക്കൽസാണ് ആൻറ്റിസെപ്റ്റിക്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ലിവിങ് ടിഷ്യൂസ് സച്ച് ആസ് വൂൺസ്, കട്ട്സ് ആൻഡ് ഡിസീസ്ഡ് സ്കിൻ സർഫേസസ്. നമുക്കൊരു മുറിവുണ്ടാകുമ്പോൾ നമ്മുടെ ടിഷ്യൂസിൽ അല്ലെങ്കിൽ വൂൺസ്, കട്ട്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ ആൻറ്റിസെപ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് 0.2% ഫീനോൾ, ഡെറ്റോൾ എക്സെട്ര. ഇനി എന്താണ് ഡിസിൻഫെക്റ്റൻറ്റ്? These are chemicals which kill the microorganisms and are harmful to the living tissue. ലിവിങ് ടിഷ്യൂസിനൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ സഹായിക്കുന്ന കെമിക്കൽസാണ് ഡിസിൻഫെക്റ്റൻറ്റ്. അത് നമ്മൾ ഫ്ലോറ്, ഡ്രെയിനേജ് സിസ്റ്റത്തിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. എക്സാമ്പിൾ 1% ഫീനോൾ, SO2 എക്സെട്ര. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന ഈ പോർഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആൻറ്റാസിഡ് എന്താണെന്ന് നോക്കി. ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്, അതായത് ട്രാൻസ്ക്യുലൈസേഴ്സ്, അനാൽജസിക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിൽ അനാൽജസിക്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നോൺ നാർക്കോട്ടിക് ആൻഡ് നാർക്കോട്ടിക്. അതിൻ്റെ ഡിഫറൻസ് പഠിച്ചു. ആൻഡ് ലാസ്റ്റ് നമ്മൾ പഠിച്ചതാണ് ആൻറ്റി മൈക്രോബിയൽ. ആൻറ്റി മൈക്രോബിയലിൽ വരുന്നതാണ് ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻസ്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.